വളരെ ശ്രദ്ധിച്ചിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് പൊട്ടിച്ചെടുക്കുന്ന സമയത്ത് വളരെ ശ്രദ്ധിച്ചിട്ട് കൈ തട്ടിപ്പോവോ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ ഏകദേശം ഇവിടെ 6-7 ആളുകൾ ഇരുന്നിട്ടാണ് അത് ഓരോ ആളുകളും അത് കൃത്യമായിട്ട് അതിൽ നിന്ന് ചെത്തി മാറ്റുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ROVER യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്തു വെച്ചേക്കണേ. അതേപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഇനാബിൾ ചെയ്യാനോ മറന്നുപോകല്ലേ. നമസ്കാരം. ഇന്ന് ROVER നിങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നത് ഡെസിക്കേറ്റഡ് കോക്കനട്ട് പൗഡർ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയിലാണ് കേട്ടോ. അതായത് നമ്മളെ തേങ്ങയെ പൊടിച്ച് ഉണക്കി നമ്മളെ കയ്യിലേക്ക് എത്തിക്കുന്ന ഒരു കമ്പനിയിൽ. ഇത് സ്ഥിതി ചെയ്യുന്നത് കുറ്റ്യാട്ടൂർ ആണ് കേട്ടോ. കണ്ണൂർ ജില്ലയിൽ കുറ്റ്യാട്ടൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. കമ്പനിയുടെ പേര് വരുന്നത് ബ്ലൂയിൻ ഫുഡ് പ്രോഡക്ട്സ് കേട്ടോ. ഇവിടുത്തെ വിശേഷങ്ങൾ നമ്മൾ കാണാൻ പോകുന്നത് നല്ല ഭംഗിയുള്ള കുറേ കാഴ്ചകളുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, നേരെ വീഡിയോയിലേക്ക് പോവാം. ബ്ലൂയിൻ്റെ ഡെസിക്കേറ്റഡ് കോക്കനട്ടിൻ്റെ പൗഡർ ഉണ്ടാക്കുന്ന പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ വെച്ചിട്ടാണ് കേട്ടോ. ഇതാണ് ഇവരുടെ ഗോഡൗണ്. നല്ല സൗണ്ട് ഉണ്ട് പുറത്ത്, ഉള്ളിലാണെങ്കിൽ ഇതിലും കൂടുതൽ സൗണ്ടാണ്. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങൾ കാര്യങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കി തരാം കേട്ടോ. ഇവിടെ കൊണ്ടുപോയിട്ട് തേങ്ങകൾ കൊണ്ടുപോയി സ്റ്റോക്ക് ചെയ്യും. അതായത് ഗോഡൗണിൽ സ്റ്റോക്ക് ചെയ്തതിന് ശേഷം ഇവിടുന്ന് ഒരു 100 പീസായിട്ട് ഇതിനെ കൊട്ടയിലേക്ക് മാറ്റും കേട്ടോ. ഈ നിങ്ങൾ കാണുന്നത് കണ്ടോ, ഇവിടെ ഓരോ 100 പീസായിട്ട് ഇതിനെ, കാരണം എണ്ണം വേണമല്ലോ കൃത്യമായിട്ട്, അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഈ കൊട്ടയിലേക്ക് 100 പീസ് വെച്ചിട്ട് പിന്നെ ഇതിനെ മാറ്റുന്നത് ഈ ഒരു കൂടുകളിലേക്കാണ് കേട്ടോ. ഈ ഗ്രില്ലിൻ്റെ ഈ കൂടുകളിലേക്കാണ് ഇതിനെ മാറ്റുന്നത്. ഇതും ഏകദേശം ഒരെണ്ണത്തിൽ ഒരു ഗ്രില്ലിൻ്റെ ഉള്ള ഒരു ടൈമിൽ 2000-ഓളം തേങ്ങയാണ് ഒരു സമയത്ത് ഇവർ ഇട്ട് കൊടുക്കുന്നത്. കാരണം അതിൻ്റെ എണ്ണം കൃത്യമായിട്ട് കിട്ടേണ്ട ഒരു ആവശ്യമുള്ളത് കൊണ്ട്. എത്ര പൊട്ടിക്കുന്നതെന്ന് നമുക്കറിയണല്ലോ ഒരു ദിവസം. ഒത്തിരി ജോലിക്കാരുണ്ട്, കുറേ ജോലിക്കാർ വെച്ചിട്ടാണ് പല പരിപാടികളും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വലിയൊരു കമ്പനിയാണ് ശരിക്കും. ഇവിടെ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഡീഷെല്ലിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ് കേട്ടോ. ഈ ഡീഷെല്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ തേങ്ങ പൊട്ടിച്ചെടുക്കണമല്ലോ, തേങ്ങയുടെ പുറമേ ഉള്ള ചിരട്ട പൊട്ടിച്ചെടുക്കുക എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സാണ് നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ ശ്രദ്ധിച്ചിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് പൊട്ടിച്ചെടുക്കുന്ന സമയത്ത് വളരെ ശ്രദ്ധിച്ചിട്ട് കൈ തട്ടിപ്പോവോ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ ഏകദേശം ഇവിടെ 6-7 ആളുകൾ ഇരുന്നിട്ടാണ് ഈ ഡീഷെല്ലിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ കാണുന്ന ഈ പൊട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലൊക്കെ ഒരു ബ്രൗൺ കളറായിട്ടുള്ള ഒരു പാർട്ട് കൂടി നമ്മൾ ഈ പറയുന്ന തേങ്ങയുടെ പുറം ഭാഗത്ത് നമ്മൾ കാണുന്നുണ്ട്. അതുകൂടി ഇതിൽ നിന്ന് മാറ്റേണ്ട ആവശ്യമുണ്ട്. അത് മാറ്റാൻ വേണ്ടിയിട്ടുള്ള പ്രോസസ്സിങ് പരിപാടിയാണ് ഇവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇവിടെ അതിൻ്റെ പുറമേയുള്ള കാര്യങ്ങൾ ഇത് ചെത്തിക്കളയാണ് ചെയ്യുന്നത്. ആ ഒരു പ്രോസസ്സാണ് നിങ്ങൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് നേരെ കൺവെയറിലേക്ക് മാറ്റും കേട്ടോ. അത് നേരെ കൺവെയറിലേക്ക് കൊടുക്കും. ഇതിനി ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ കഴുകിയെടുക്കണം, കട്ട് ചെയ്തെടുക്കണം, അതുപോലെ തന്നെ ഇതിനെ വാഷ് ചെയ്തെടുക്കണം. ആ ഒരു കാര്യത്തിലേക്ക്, ആ ഭാഗത്തേക്കാണ് ഈ ഓരോ തേങ്ങകളും നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇതുവഴി നേരെ ഇങ്ങനെ ഈ കൺവെയർ വഴി ഇങ്ങനെ വന്നിട്ട് ഇതാണ് കട്ടിംഗ് മെഷീൻ കേട്ടോ. നേരെ ഈ കട്ടിംഗ് മെഷീനിലേക്കാണ് പിന്നെ വീഴുന്നത്. ഓരോ തേങ്ങയും വന്നിട്ട് കട്ടിംഗ് മെഷീനിലേക്ക് വീണതിന് ശേഷം ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതിൽ നിന്ന് പീസാക്കിയിട്ട് ഈ തേങ്ങകളെ മാറ്റിയെടുത്തിട്ട് നേരെ അവിടെ നിന്ന് വീഴുന്നത് ഈ പറയുന്ന ഈ ഒരു വലിയൊരു ട്രേയിലേക്കാണ്. ഇവിടെ വന്നിട്ട് ഇത് കട്ട് ചെയ്തിട്ട് വീഴുന്നുണ്ടോ നിങ്ങൾ, ഓരോ പീസായിട്ട് കട്ട് ചെയ്ത് ഇതിലേക്ക് വന്ന് വീണുകൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് ഇതിന് മോശമുള്ളത്, ചിലപ്പോൾ മോശമുള്ള തേങ്ങകളൊക്കെ ഉണ്ടാവും, അതിനൊക്കെ ഇതിൽ നിന്ന് വേർതിരിച്ചെടുക്കണം. അതൊക്കെ വേർതിരിച്ചെടുത്തതിന് ശേഷം ഒന്ന് വാഷ് ചെയ്തെടുക്കണം. ആ വാഷിങ്ങിൻ്റെ കാര്യങ്ങളാണ് ഇവിടെ നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു പാർട്ട് എന്ന് പറയുന്നത്. ഇവിടുന്ന് വാഷ് ചെയ്തിട്ടാണ് ഇത് നേരെ കമ്പനീൻ്റെ ഉള്ളിലേക്ക് പോകുന്നത് കേട്ടോ. ഇവിടെ ഒരു വാഷിങ്ങും കൂടി നടക്കാനുണ്ട്. ഇവിടെയും ഈ വാഷിങ് നടന്നു. അതേപോലെ തന്നെ കൃത്യമായിട്ട് ഇതിലെന്തെങ്കിലും മോശമുള്ള തേങ്ങകൾ എന്തെങ്കിലും ഉണ്ടോ അതൊക്കെ എടുത്തിട്ട് മാറ്റിയതിന് ശേഷം സെക്കൻഡുള്ള ആ ഒരു ഇൻസ്പെക്ഷൻ കഴിഞ്ഞിട്ടാണ് ഇവിടെ നിന്നാണ് ഇത് ഈ തേങ്ങകളൊക്കെ കമ്പനീൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ പോകുന്നത് കേട്ടോ. കമ്പനീൻ്റെ ഉള്ളിൽ അപാര സൗണ്ടാണ്, വലിയ ബുദ്ധിമുട്ടാണ് ചെയ്തെടുക്കാൻ. എന്നാലും ഞാൻ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഓക്കെ, അങ്ങനെ നമ്മുടെ ബ്ലൂയിൻ കമ്പനിയുടെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല സൗണ്ട് ഉണ്ട്, പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം, കാണിച്ചു തരാം. ഓക്കെ, ഇനിയുള്ള പ്രോസസ്സ് ഒന്നും കൈയോട് തൊടാൻ പാടില്ല. എല്ലാം മെഷീനറി വെച്ചിട്ടാണ് ഇനി പാക്കിംഗ് സെഷൻ എത്തുന്നത് വരെയുള്ള കാര്യങ്ങൾ ഇനി നടക്കാനുള്ളത്. ആദ്യം തന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ആ തേങ്ങ ഉണ്ടല്ലോ, ആ തേങ്ങയെ നേരെ കൺവെയറിലേക്ക് മാറ്റണം കേട്ടോ. ഈ കൺവെയറിലേക്ക് മാറ്റിയിട്ട് ഈ കൺവെയർ വഴിയാണ് ഇനി തേങ്ങ പോകുന്നത് കേട്ടോ. കൺവെയർ വഴി പോയിട്ട് ഇതൊരു മെഷീനിലേക്ക് മാറാൻ പോവാണ്. കാരണം ഡെസിക്കേറ്റഡ് കോക്കനട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇതൊരു പൊടിയാണ്, പൊടി രൂപത്തിലാണ് നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് പൊടിച്ചെടുക്കണ്ടേ? ആ പൊടിച്ചെടുക്കുന്ന ഒരു മെഷീനാണ് നിങ്ങൾ ഈ കാണുന്നത്. പിൻമിൽ എന്ന് പറയുന്ന ഒരു മെഷീനാണ് കേട്ടോ ഇത്. ഈ പിൻമിൽ മെഷീനിലേക്കാണ് ഇത് വന്ന് വീഴുന്നത്. ഇത് വന്ന് വീണതിന് ശേഷം ഈ മെഷീനാണ് ഇതിനെ പൊടിച്ചെടുക്കുന്നത്. പൊടിച്ചെടുത്തതിന് ശേഷമുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ വന്നിട്ട് ഇവിടെ ഇരുന്ന് വീണതിന് ശേഷം പൊടി രൂപത്തിലേക്ക് കണ്ടോ പൊടിച്ചെടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ആ കട്ടയായിട്ട് വന്നിട്ടുള്ള ആ ഒരു തേങ്ങ കംപ്ലീറ്റ് പൊടിഞ്ഞു.
മേലോട്ടേക്ക് കൺവെയർ വഴി പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ കൺവെയർ വഴി മേലെ പോയിട്ട് ഇനി ഇവിടെ നടക്കാൻ പോകുന്ന ഒരു ഫീഡർ ഉണ്ട് ഇവിടെ. അതിന് കൃത്യമായിട്ട് ആവശ്യമുള്ള, അതായത് ഇനി ഇത് പോകാനുള്ളത് ഡ്രയറിലേക്കാണ്. ആ ഡ്രയറിലേക്ക് പോകേണ്ടതുകൊണ്ട് കൃത്യമായിട്ട് അവിടുന്ന് ഫീഡറിന് കൃത്യമായിട്ട് എത്ര അളവാണോ വേണ്ടത് അതെടുത്തിട്ട് ഡ്രയറിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് നിങ്ങൾ അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കൺവെയർ വന്ന് നേരെ അവിടെ വീണു. ആ ഫീഡർ കളക്ട് ചെയ്തിട്ട് നേരെ ഇത് ഡ്രയറിലേക്ക് മാറ്റുകയാണ്. ഇവിടുത്തെ ഡ്രയർ ഭയങ്കരമാണ് കേട്ടോ, വലിയൊരു ഡ്രയറാണ്. ഇതിൻ്റെ ഹീറ്റർ പുറത്തുനിന്നാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതും വലിയൊരു ഹീറ്ററാണ്, ഭയങ്കരമായിട്ടുള്ളൊരു ഹീറ്ററാണ് പുറത്ത് ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിൽ നിന്ന് ഉള്ളിലേക്ക് ഇതിനുള്ള ആ ചൂട് കൊടുത്തിട്ട് ഈ ഡ്രയറിന് അതിനെ ഉണക്കിയെടുക്കുകയാണ്. അതായത് വൈബ്രേറ്റിംഗ് ഡ്രയറാണ് കേട്ടോ. ഇത് വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട് നന്നായിട്ട്, അതുകൊണ്ട് കൂടുതൽ സൗണ്ട് ഇതിനുള്ളത്. ഇവിടുന്ന് വൈബ്രേറ്റ് ചെയ്തിട്ട് ഇവിടുന്ന് ഡ്രൈ ചെയ്തിട്ട് ഉണക്കിയെടുത്തതിന് ശേഷം നേരെ വന്നിട്ട് ഈ കൺവെയറിലേക്കാണ് വീഴുന്നത്. കണ്ടോ, ഇവിടെ നിങ്ങൾ കാണില്ല ആ ഒരു ഷെയ്ക്ക് ചെയ്യുന്നത്, അതായത് ഒരു വൈബ്രേറ്റ് ചെയ്യുന്നത്. ഇവിടെ വന്ന് ഈ കൺവെയറിലേക്ക് വീണിട്ട് പൊടി നന്നായിട്ട് ഇത് ഉണങ്ങി കേട്ടോ. ഉണങ്ങി വന്നിട്ടുള്ള ഈ പൊടി നേരെ ഈ കൺവെയർ വഴി ഇനി അടുത്തൊരു മെഷീനിലേക്ക് ഇത് പോകണം. അതായത് ലംബ്രേക്കർ എന്ന് പറഞ്ഞ ഒരു മെഷീനാണ്. ഈ ലംബ്രേക്കർ എന്തിനു പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നിങ്ങൾ കണ്ടോ, കുറച്ചൊരു ബോൾ രൂപത്തിലുള്ള ആ പൊടി അതിനും കൂടി പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ആ ലംബ്രേക്കറിൽ ഈ കൺവെയർ വഴി പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിങ്ങനെ വന്ന് നേരെ ഈ ലംബ്രേക്കർ എന്ന് പറയുന്ന ഈ മെഷീനിലേക്ക് വന്ന് വീഴുകയാണ്. ഇവിടെ ആ ഒരു കട്ടയായിട്ടുള്ള ഭാഗം കൂടി പൂർണ്ണമായിട്ടും പൊടിച്ചെടുത്ത് പൊടി രൂപത്തിലേക്ക് ആക്കിയിട്ട് നേരെ ട്രേയിലേക്കാണ് കൊടുക്കുന്നത്. ഈ ട്രേ നിന്ന് എടുത്തിട്ട് ഇതൊരു കൂളിംഗ് ട്രേയിലേക്ക് ഇതിനെ മാറ്റും. ഒരു കൂളിംഗ് ട്രേ, അതിന് ചൂടുണ്ടല്ലോ, ആ ചൂടിനെ തണുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുള്ള ആ ഒരു പൊടിനെ നേരെ ഒരു കൂളിംഗ് ട്രേയിലേക്ക് മാറ്റിയിട്ട് അവിടെ നിന്നാണ് അത് കൂള് ചെയ്തതിന് ശേഷമാണ് ഇതിനെ പാക്കിംഗ് സെഷനിലേക്ക് മാറ്റാൻ പോകുന്നത്. ഇവിടെ ഇട്ട് നന്നായിട്ട് ഇതിനെ തണുപ്പിച്ചെടുത്തിട്ട് അടുത്ത ഒരു പാക്കിംഗ് സെഷനിലേക്ക് മാറ്റും. അവിടുന്ന് വളരെ കൃത്യമായിട്ട് അതിന് എത്രയാണോ അളവ്, 1 കിലോ വെച്ചിട്ടാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. 1 കിലോ വെച്ചിട്ട് അതിനെ പാക്ക് ചെയ്തിട്ട് നമ്മളെ കയ്യിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ബ്ലൂയിൻ എന്ന് പറയുന്ന ഈ ഒരു ഡെസിക്കേറ്റഡ് കോക്കനട്ട് കമ്പനി കേട്ടോ. അടിപൊളി പ്രോസസ്സാണ്, നല്ല ഭംഗിയുണ്ട് ഇതിൻ്റെ ഒരു സിസ്റ്റം കാണാൻ തന്നെ. അപ്പോൾ ഇത്രയാണ് ബ്ലൂയിൻ കമ്പനിയുടെ വിശേഷങ്ങൾ കേട്ടോ. കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ. മാക്സിമം വിശദമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യണമെങ്കിൽ നമ്പർ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് വിളിക്കാം, ഇവരെ കോൺടാക്ട് ചെയ്യാം. മാക്സിമം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചെയ്തു വെച്ചേക്കുക. ഓക്കെ, ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അടുത്ത ദിവസം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാം. ഓക്കെ, ബൈ.